കേരളത്തിൽ BJP-യുടെയും ഭരണകക്ഷികളാണ് ഇന്ന് ഭരിക്കുന്നത്. അവർക്ക് ഒരു തെളിവിന്റെ ഒരു അംശമെങ്കിലും ഈ കേസിനെതിരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം ഈ കേസ് നീണ്ടുപോകുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് രാഹുലിനെ ഇല്ലാതാക്കാനുള്ള CPM BJP മാധ്യമ ഗൂഢാലോചന മാത്രമാണെന്ന്. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയുന്നു, നിങ്ങൾ എന്തെല്ലാം മറിമായങ്ങൾ കാട്ടിയാലും എത്രത്തോളം കള്ളക്കഥകൾ മെനഞ്ഞുണ്ടാക്കിയാലും അടുത്ത സെപ്റ്റംബർ 15-ന് പാലക്കാടിന്റെ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ ഉണ്ടായിരിക്കും. ഇപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ MLA എന്ന രീതിയിൽ പാലക്കാട്ട് ഇറക്കില്ലെന്നും അതുപോലെ തന്നെ നിയമസഭയിൽ കയറാൻ അനുവദിക്കില്ല എന്നുമൊക്കെ. ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ, ഒരു MLA തന്റെ മണ്ഡലത്തിലെ ജനങ്ങളെ കാണാനും പ്രവർത്തിക്കാനുമുള്ള അവകാശം ആർക്കും തടയാനാവില്ല. അത് തടയാൻ ശ്രമിക്കുന്നവർക്ക് തന്നെ വലിയ ശിക്ഷ തന്നെ കിട്ടുമെന്നതാണ് വസ്തുത. അതായത് IPC 156 MLA-യുടെ പ്രവൃത്തി തടസ്സപ്പെടുത്തുക, അതിന് 3 മാസം വരെ